എല്ലാവർക്കും ഡി ക്യാൻവാസിലേക്ക് സ്വാഗതം. തമ്പനിയിലുണ്ടായിരുന്നതുപോലെ ഞാനൊരു 9th സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഞാൻ പടം വരച്ചു തുടങ്ങുന്നത്. ആ സമയം തൊട്ട് അപ്പം എങ്ങനെയാണ് ഞാൻ വരച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ എന്തോ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയി എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം ഇതെനിക്കൊരു 10th ആദ്യം വരച്ചതൊക്കെ കുറേ പോയി ബുക്കിൻ്റെ പേപ്പറിലൊക്കെയാണ് വരച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പം എനിക്ക് 10th എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നൊരു ഡ്രോയിങ് ബുക്കാണ്. അതിൽ ആദ്യമായിട്ട് വരച്ചത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. അങ്ങനെ ഇപ്പം വരെ വരച്ചതൊക്കെ കുറച്ചായിട്ട് നിങ്ങളെ കാണിച്ചു. ഇതാണ് ഞാൻ ഈ ബുക്കിൽ ആദ്യമായിട്ട് വരച്ചത്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അന്ന് 10th പഠിക്കുന്ന സമയത്ത് വരച്ചതാണ്. പക്ഷെ സണ്ണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാണെന്നൊന്നും മനസ്സിലാകത്തില്ല. രണ്ടാമത് വരച്ചത് ഇത് എൻ്റെ +1 ID കാർഡിലെ ഫോട്ടോയാണ്. വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തത്, ഇതുപോലൊന്നും അല്ല കേട്ടോ ഞാൻ ഇരുന്നത് ആ ടൈമിൽ. ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, ബട്ട് അത് പാളിപ്പോയി. പിന്നെ ഇത് ഒരു റോസാപ്പൂ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പിന്നെ വരച്ചത്. ഇതൊക്കെ എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അന്നേരം കണ്ണി കാണുന്നതെല്ലാം വരച്ച് വെക്കുമായിരുന്നു. ഇതൊക്കെ എന്തുവാണോ എന്തോ. ഇതൊരു ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടീൻ്റെ ഇത് വരച്ചതാണ്. ഇതും എൻ്റെ ഒരു ഫോട്ടോ. ഇത് 12th പഠിക്കുമ്പോൾ എങ്ങാണ്ട് ഞാൻ വരച്ചതാണ്. ഇത് നീറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഫോട്ടോ നോക്കി വരച്ചതാണ് ഇത്. ഇതെൻ്റെ അനിയനെ വരച്ചതാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിനെ വരയ്ക്കാൻ നോക്കിയത്. പക്ഷെ ഇതൊന്നും അന്നേരം ഇങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ എന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ഫോട്ടോ നോക്കിയിട്ട്. ഈ ബുക്കിലെ ഇത്രയേ ഉള്ളൂ ഡ്രോയിങ്സ് എന്ന് പറയാനായിട്ട് ഞാൻ വരച്ചത്. അങ്ങനെ ഈ ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഫസ്റ്റ് ടൈം വരച്ചുകൊണ്ടിരുന്നതല്ലേ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ. പിന്നെ നോക്കാം. ഇനി 2 ബുക്കുണ്ട്, 2 ഡ്രോയിങ് ബുക്കുണ്ട്. ഇത് അതിനെക്കാട്ടും കുറച്ചുകൂടി വലുതാണ്. ഇത് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചത്. അവിടെ ഒരു മാളിൽ പോയപ്പോഴത്തേക്കും ഫ്രണ്ട്സ് വാങ്ങിച്ചു തന്ന ബുക്കാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന്, ഇതാണ് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഡ്രോയിങ് ബുക്ക്. ഇതിലെന്തൊക്കെയാണ് വരച്ചതെന്ന് കാണിച്ചു തരാവേ. ഇത് ഒരു ഓർഡർ ഇതുപോലെ വരച്ചു തരുമെന്ന് ചോദിച്ചിട്ട് ഒരു ചേച്ചി ഓർഡർ തന്നതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരച്ചൊരു കളർ പെൻസിൽ ഡ്രോയിങ്. ഇതും അതുപോലെ തന്നെ ഒരു ഓർഡർ വന്നത് വരച്ചു കൊടുത്തതാണ്. പിന്നെ ഇതൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വല്യപ്പച്ചനും വല്യമ്മയാണ്. പക്ഷെ ഇത് വരച്ച് ശരിയായില്ല, എന്തോ ഒരു ഇതായിട്ട് പിന്നെ ഞാൻ കൊടുത്തൊന്നുമില്ല അതിന്. ഇതിലെന്താവുക, ഇതും കുറേ ഓർഡറുകളൊക്കെയാണ് ഈ കാണുന്നത്. അന്നേരമൊക്കെ ഇങ്ങനെ അയച്ചൊന്നും കൊടുക്കത്തുണ്ടായിരുന്നില്ല ഞാൻ. ഫോട്ടോ മാത്രമൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുമായിരുന്നു. അന്നേരമൊക്കെ ഡ്രോയിങ്ങിന് ഞാൻ ഇത് വരയ്ക്കുന്നതിനൊക്കെ 100 രൂപ വെച്ചിട്ടേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഓർഡറൊന്നുമല്ല, ഇതെൻ്റെ ഒരു ചേട്ടൻ്റെ കുട്ടിയാണ്. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ വരച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ. ഇതെൻ്റെ ചേട്ടനും ചേച്ചിയാണ്, കസിൻ ചേട്ടൻ്റെ വൈഫ്. അതിങ്ങനെ ചേച്ചി പുറകെ കിടന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഫോട്ടോ വരച്ചു കൊടുക്കുന്നത്. ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇതൊന്നും ഞാൻ കൊണ്ട് കൊടുക്കാറില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്തൊരു ചേട്ടനെ. ഇതൊക്കെ ചുമ്മാ ഇതെൻ്റെ ചേട്ടൻ വരച്ചത് കേട്ടോ. വരയ്ക്കാൻ വേണ്ടി ചേട്ടനെ നന്നായിട്ട് വരയ്ക്കും, അങ്ങനെ ട്രൈ ചെയ്തതൊക്കെ. ഇതെൻ്റെ ഇതിൻ്റെ കസിൻ ചേട്ടൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും. അപ്പോൾ ഇങ്ങനെ വരച്ച് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ഇതൊക്കെ ആ ടൈമിൽ വരച്ചുകൊണ്ടിരുന്നതാണ്. അത്രയേ ഉള്ളൂ. ഈ ബുക്കിലേയും തീർന്നു. ഇത്രയൊക്കെയുള്ളൂ, ഈ ബുക്കിൽ അങ്ങനെ തീർന്നു. അങ്ങനെ ഈ 2 ബുക്കിൽ ഡ്രോയിങ്സ് ഉണ്ടല്ലോ. ഇനി ഈ ഒരു ബുക്കുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. ഒരുപാട് ലോങ് ആയാലും എനിക്ക് എഡിറ്റ്
ചെയ്ത് ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഇതിൽ മാത്രമല്ല വേറെ കുറേ ഫോട്ടോസൊക്കെ ഗുരുവായൂരപ്പനെ വരച്ചതും പിന്നെ ശിവനെ വരച്ചതും പിന്നെ എൻ്റെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.